ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ആണ് ട്ടോ. രാവിലെയാണ്, നമ്മുടെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഇവിടെ എന്താണ് ഒരു പെട്ടിയൊക്കെ പിടിച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു വിശേഷം പറയാനുണ്ടെന്ന്. അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഒരു കാര്യം നടക്കാൻ പോയിന്. എങ്ങാടാണ് പോണത്, എന്താണ് പോണതെന്നൊക്കെ ഉള്ളത് ഇനി അടുത്ത വന്ന വീഡിയോയിലാണ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ പറയൂല, അതൊക്കെ സസ്പെൻസ് ആണ്. അപ്പൊ ഇത് പെട്ടിയൊക്കെ വെച്ചിട്ട്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങളുടെ പാക്കിംഗ് വീഡിയോ ആണ് ട്ടാ. പാക്കിങ്ങിന്റെ കുറച്ച് വിശേഷങ്ങളാണ്, പെട്ടി പാക്കിങ്ങിന്റെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോയിലോട്ട് പോകാൻ നമുക്ക് പാക്കിങ് കാണണ്ടേ. സ്കൈ ബാഗ്സിന്റെ ഒരു ബാഗ്, അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ട്ടാ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടിയുടെ വിശേഷങ്ങൾ അറിയണം, പെട്ടിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ക്ലോത്തിന്റെ ബാഗാണ് ഇത്, ക്ലോത്ത് വൈസാണ് വന്നത്. നമുക്കിങ്ങനെ ഇനിയിപ്പോൾ ഇടക്കിടക്ക് ഓരോ സ്ഥലത്തൊക്കെ പോണ്ടി വരുമെന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു പെട്ടി വാങ്ങിച്ച് വെച്ചതാണ്. എന്തായാലും ഒരു യാത്ര പോയല്ലേ, അപ്പൊ കണ്ട അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ചും ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതേ ടോമോന്റെ ഡ്രസ്സുകൾ, മിക്കുവിന്റെ ബെൽറ്റ്, ട്രൈപോഡ്, അങ്ങനെ മിക്കൂസിനൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ വീണ്ടും മിക്കൂസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചനയിലുണ്ട്. അപ്പൊ ഇവിടെ ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മിക്കൂസും കൂടി തമ്മിൽ ട്രൈപോഡ് സെൽഫി സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീട്ടില്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങിയതാണ് നമ്മുടെ മിക്കു. അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊക്കെ, കൂളിംഗ് ഗ്ലാസ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണ. ആദ്യമായിട്ടാണ് മിക്കൂസിന് ഇപ്പൊ 10 വയസ്സായി. 10 വയസ്സിനിടയിൽ മിക്കൂസ് ആദ്യമായിട്ട് പോണ ട്രിപ്പാണ്. അതുകൊണ്ട് കേട്ടോ ഒരു പ്രത്യേകതിനകത്ത്. അയ്യോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു ട്രിപ്പാണെന്ന്. ഞാൻ പുറത്തോട്ട് പോകണമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നോർത്ത് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്, എവിടെ പോകണമെന്ന് പറയൂലെന്ന് പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോയി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറൂരൊക്കെ ഒന്ന് പോയി സാധനങ്ങളൊക്കെ വേറെ പോയി എടുക്കണം. അപ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടിയിലോട്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് പെട്ടിയിൽ വെച്ചിട്ട് നാളെ വൈകിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ തൽക്കാലം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടിയിലോട്ട് വേഗം ആക്കി വെക്കാം. നമുക്ക് നാളെ നമുക്ക് എല്ലാം റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ബോക്സിലോട്ട് എടുത്ത് ഈ പെട്ടിയിലോട്ട് എടുത്ത് വെക്കാം. ഇപ്പൊ അനിശേട്ടനും കൂടി വന്നു കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് ഷൂ. അപ്പൊ ഇന്നലെ പോയി മിക്കുവിന് ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷൂ വാങ്ങിച്ചിട്ട് ഷൂ ഇടാണ്ട് പെട്ടിയിലെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കണേ. ലൈസും അഴുക്കാവും, ഷൂവും അഴുക്കാവും എന്നും പറഞ്ഞിട്ട് ഷൂ പുറത്തോട്ട് ഇറക്കാണ്ട് വെച്ചേക്കണം. പിന്നെ എന്തിനാണോ ഷൂ വാങ്ങിച്ചത്. പിന്നെ വീട്ടിലിടുന്ന കുറച്ച് ട്രൗസറും കാര്യങ്ങളും ഈ നാളെ വന്നിട്ട് വൈകുന്നേരം നമുക്ക് എല്ലാനും അറേഞ്ച് ചെയ്യണം. പിന്നെ മിക്കൂസിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ, ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവിടെ പോയിട്ട് തല വാരാൻ വേണ്ടിയിട്ട് തലവാരിയൊക്കെ എടുത്ത് വെച്ചേക്കാണ്. ആദ്യമായിട്ട് ടൂർ പോണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട് കേട്ടോ മിക്കൂസിന്. അപ്പൊ ഒടുക്കത്തെ വെയിലായിരിക്കും. അപ്പൊ ഒരു ഗ്ലാസ് വെച്ച് ഉണ്ട്, വിട്ടിട്. പിന്നെ മിക്കൂസിന് ഛർദി ഉള്ളതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ എടുത്താക്കാൻ കേട്ടോ. പിന്നെ മൂത്താളുടെ കുറച്ച് ഡ്രസ്സുകൾ അതൊക്കെ മടക്കണം, മടക്കിയിട്ടില്ല. ഒക്കെ പാക ചേർത്തിട്ട് നമുക്ക് പോരായ്മ ഉള്ളതൊക്കെ ഡ്രസ്സുകൾ ഇന്നിപ്പോ വൈകുന്നേരം പോയി വാങ്ങിക്കണം. ചീട്ട് വരെ എടുത്ത് വെച്ചേക്കണേ. എന്തിനാണെന്നാവോ അവിടെ ആസ്വദിക്കാൻ പോകുമ്പോ ചീട്ടൊക്കെ എടുത്ത് വെച്ചേക്കണം കളിക്കാൻ. മുഷിഞ്ഞ ഡ്രസ്സൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കവർ എടുത്ത് വെക്കണ്ടേ. പിന്നെ ഇത് ഞാൻ എന്താന്ന് പറയാനില്ല, മനസ്സിലായില്ല എന്താന്ന്. പിന്നെ ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് വെക്കണ്ട. പിന്നെ എന്റെ മെഡിസിൻ ഇപ്പൊ തന്നെ ആയിക്കഴിഞ്ഞപ്പോ നമ്മുടെ പെട്ടി നിറഞ്ഞട്ടാ. ആ ബോക്സ് മാറ്റാനുണ്ട് ഇനി എൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മ പറൂരോട്ട് പോകുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ പെട്ടിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ടാഗ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റിൽ ഇട്ടേക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പെട്ടിക്ക്.
ഞങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പൊ സൈഡിലിരുന്ന ബാഗൊക്കെ നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റ്. പിന്നെ എനിക്കൊരു ചെരുപ്പൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് പിന്നെ ഇവിടെ ഈ കൂട്ടത്തില് ബാഗ് സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. ടോമോന് ഒരു ചെരുപ്പ് മാറണമായിരുന്നു. അപ്പൊ ആ ചെരുപ്പ് കൂട്ടത്തിൽ മാറി അടുത്ത ചെരുപ്പ് നോക്കാനുള്ള അന്വേഷിച്ച് നടക്കേണ്ട നമ്മ. മിക്കോ ഇന്നലെ സെലക്ട് ചെയ്തൊക്കെ എടുത്ത് ഇനിയിപ്പോ ടോമോന് ഒരു ഷൂ എടുക്കണം. അതിന്റെ കൂടിയാലോചനയിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഇതൊന്നും മനസ്സിലാകാത്ത അറിയാത്തതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലോട്ട് നോക്കാറ് പോലുമില്ല. ഷർട്ടും പോട്ടെ, ചെരുപ്പ് നോക്കിയിട്ട് ചെരുപ്പ് ടോമോന് അത്ര ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ അടുത്ത കടയിൽ പോയി നോക്കാന്ന് ഓർത്തിട്ട് അപ്പൊ ഷൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ബില്ലൊക്കെ അടച്ചിട്ട് വേണം നമുക്കിവിടെ പോകാൻ വിടണം. 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ബാഗ് ഒന്ന് മാറ്റിയെടുക്കണം. അത് ഇവിടെ നല്ല വേറൊരു സ്ഥലത്ത് നിന്നാണ്. ഒരു ടൂറ് പോണേന് ഇത്ര പ്രശ്നമില്ലെന്ന് തോന്നണം. അതിനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു കൂട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ മോഡൽസ്, വേറൊരു മോഡൽസ് ആണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് വേറൊരു കളർ. എനിക്ക് ഭ്രാന്താണെന്ന് ഓർത്ത് ഇവിടുത്തെ ഷോപ്പിൽ ചേട്ടൻ നോക്കണുണ്ട് ഇത് ഏതാണ് കിളി പോയ സാധനം. അടിപൊളിയല്ലേ? നല്ല സുഖം ഉണ്ട്. ഇത് ഏതായാലും വെച്ചിട്ട് പുറത്തുനിന്നുള്ള ശബ്ദമൊന്നും കേൾക്കാനുള്ള. ഒരെണ്ണം വാങ്ങിച്ചത് നല്ലതായിരുന്നല്ലേ? വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമ്പോ വീട്ടിൽ ഇത് വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വസ്ഥമായിട്ട് കിടക്കാം. അപ്പൊ ഷൂ ഒക്കെ വാങ്ങിച്ച് നമ്മളിത് ഇനി 2 ബാഗ് ഉണ്ട്. അത് ഇവിടുന്ന് വാങ്ങിച്ചതല്ല, അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ബാഗ് 2 ഷൂ വാങ്ങിച്ച്, ബെൽറ്റ് വാങ്ങിച്ച്, അങ്ങനെ കുറച്ച് നാളൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോ അടുത്ത സ്ഥലത്ത് പോയിക്കിട്ട് നമുക്ക് ഈ 2 ബാഗും ഒന്ന് മാറ്റി എടുക്കാനായിട്ട് കൊടുക്കണം. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്കൂളിട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ബാഗിന്റെ പണിക്കുറ്റം കഴിഞ്ഞപ്പോ ബാഗ് തിരിച്ച് ഒന്ന് റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കടയിൽ വിളിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ ആ കടയിൽ കൊണ്ടുപോയിക്കൊണ്ട് നമുക്കിതൊന്ന് മാറ്റാൻ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് വന്നേക്കണത് നമ്മ ഹോളിവുഡിലാണ് കേട്ടോ. ഹോളിവുഡ് നമ്മുടെ പറവൂരുള്ള ഹോളിവുഡിലാണ്. ഇവിടെ നിന്നാണ് നമ്മള് 2 പേർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണത്. മിക്കൂസിന്റെ മിക്ക ബനിയാനും ഡ്രസ്സുകളൊക്കെ ഹോളിവുഡിൽ നിന്ന് തന്നെയാണ്. ഹോളിവുഡ് മൊത്തം ഒരു ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ അത്യാവശ്യം ട്രയൽ റൂമും കാര്യങ്ങളൊക്കെ മൊത്തം അങ്ങോട്ട് അഴിച്ചു പണിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നേക്കണേ ഇനിയിപ്പോ പിള്ളേർക്ക് 2-3 ജീൻസ് ഒക്കെ എടുക്കണം. മിക്കൂസ് ഇവിടെ ഓരോന്നൊക്കെ ഇട്ട് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാൻട്ടാ. ഭയങ്കരമായ ആലോചനയിലാണ് മിക്കൂസ് ഏതെടുക്കുമെന്നുള്ളത്. ഏത് സമയവും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ബ്ലാക്ക് ബനിയാൻ എടുത്തോണ്ട് വരും. എന്നിട്ട് ബ്ലാക്ക് ബനിയാന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഹോളിവുഡില. അപ്പൊ ബ്ലാക്ക് മോട്ട് ഞാൻ ആളുടെ നോട്ടോ കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും എന്ത് സ്ഥലത്ത് എന്നോട് മിണ്ടാണ്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ നമ്മുടെ മിക്കപ്പനം മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 42-ൽ വന്നു. 42-ന്റെ തൊട്ട് മുന്നിലേതാണ് നമ്മളുടെ മൂലൻസ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പറൂരുള്ളത്. അപ്പോൾ അവിടെ വന്നേക്കണം വേറെ ഒന്നിനല്ല. ഇവിടെയൊക്കെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഒരു വഴി നോക്കി നടന്നിട്ട് ഒരു സ്ഥലവുമില്ല. അപ്പോൾ ഇവിടെ വന്നൊരു ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കുടിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് കയറിയതാണ് കേട്ടോ. ഒരു ഫ്രൂട്ടി വാങ്ങിക്കാൻ വന്ന ഞാൻ ഒരു ജഗ് അങ്ങനെ കുറച്ച് പൊട്ടുപൊടി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് 2 ബിസ്ക്കറ്റ് നാളെ കഴിക്കാനൊക്കെ എടുത്തിട്ടാണ് പോയി വരും. അങ്ങനെ ഒരു ഫ്രൂട്ടി മാത്രം എടുത്താൽ മതി എന്നോർത്ത് നമ്മൾ അവിടെ കയറിയിട്ട് ഇപ്പൊ ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് അനീഷേട്ടന്റെ മുഖഭാവം നോക്കാട്ടെ. ചെല്ലുമ്പോ നമ്മ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോണ്ടി ഇങ്ങനെ എടുത്ത് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇനിയിപ്പോ മുടിവെട്ടടയിലോട്ട് പോകാം. നമുക്ക് മിക്കുവിന്റെ മുടിവെട്ടലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. മിക്കുവിനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരുത്തിക്കണം. ടോക്കൺ കൊടുത്തിട്ടാണ് മുടി വെട്ടാൻ ഇരുത്തിക്കണം. ഇത് നമ്മളുടെ പറവൂര് 42-ലാണ് നമ്മൾ വന്നേക്കണം കേട്ടോ മുടി വെട്ടാൻ. മിക്കൂസൊക്കെ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്.
വന്ന പാടെ എൻ്റെ കയ്യിലോട്ടാണ് നോക്കിയത്. ഒരു ഫ്രൂട്ടി വാങ്ങിക്കാൻ പോയ ആൾ ജഗ്ഗും സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ച് പിടിച്ചൊക്കെ നോക്കി. പിന്നെ ജഗ്ഗ് വാങ്ങിക്കാൻ കുറേ നാളായിട്ട് നടക്കണത്. അപ്പോൾ കുഴപ്പമില്ല, വേണ്ട സാധനമുള്ള വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണേന്ന് ഓർത്തു. പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ മിക്കൂസിൻ്റെ മുടി വെട്ടലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആളിവിടെ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. കുറേ നാളായിട്ട് മുടി ഇങ്ങനെ വളർന്നിട്ട് ചുമയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അമ്മമ്മ ഇനി മുടി വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് കർശനമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോഴേക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് നാളെ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കിട്ടിയതാണ് മക്കളെ ഈ ഫ്രീ ആയിട്ട് 2 ഡബ്ബ. അപ്പം എന്നോട് പറഞ്ഞു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഈ 2 ഡബ്ബയും വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണത് എന്തിനാണെന്ന് വെച്ചുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്. ഞാനത് വാങ്ങിച്ചതല്ല, ആ ബിസ്ക്കറ്റിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ പറഞ്ഞ് നിന്നെ പോലുള്ള മണ്ടന്മാർ ഇങ്ങനെ പോയി ഫ്രീ ഒക്കെ കാണുമ്പോൾ പോയി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പോയി എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ കുറേ കളിയാക്കി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ പർച്ചേസ്. ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട്. ഇനി വന്ന വീഡിയോസൊക്കെ ഞങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളും അതിനകത്ത് വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മമ്മി